അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ഇതിൽ മുഖ്യമന്ത്രി, ഞാൻ താങ്കളോട് പറയാം, മുഖ്യമന്ത്രി കെ സി വേണുഗോപാലാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറയുന്നത് 90% അത് കെ സി വേണുഗോപാലാണ്. പ്രേക്ഷകരോട് തുറന്നു പറയാൻ തീർച്ചയായിട്ടും കെ സി വേണുഗോപാലാണ്. പിന്നെ കെ സി വേണുഗോപാലാണെന്ന് അറിയുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്തുള്ളത്, ഈ പറയുന്ന വി ഡി സതീശന്റെയൊക്കെ മുഖഭാവം ഇന്നലെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, വി ഡി സതീശൻ പറയുന്നത് പറവൂര് ഒഴിഞ്ഞു കൊടുക്കാമെന്നാണ് പറയുന്നത്. ആ പറവൂര് ഒഴിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സ്നേഹം കൊണ്ടാണ്. അങ്ങനെ സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത്. അവിടെ പരാജയപ്പെടുന്നു. ഇപ്പൊ മറ്റേ യേശുദാസ് തരംഗിണി സ്റ്റുഡിയോ തുടങ്ങിയപ്പോ യേശുദാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടാൽ നമുക്ക് ചിരി വരും, കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. അവർ സത്യമാണ് പറയണം. അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ അത് കുളമാക്കിയിട്ടുള്ള ഒരു എഞ്ചിനീയറുണ്ട്. പക്ഷെ ആ എഞ്ചിനീയറോട് അദ്ദേഹത്തിന് യാതൊരു വിരോധവുമില്ല. കാരണം എന്താ, അദ്ദേഹം തരംഗിണി സ്റ്റുഡിയോയിൽ ഇപ്പൊ അയാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ, വളരെ മഹാനുഭാവനായ വളരെ വിശാലഹൃദയനായിട്ടുള്ള ഒരാളെന്നല്ല. അങ്ങനെയല്ല, അവൻ വേറെ എവിടെയും പോയി രക്ഷപ്പെടരുത്, ഇവിടെ തന്നെ ഇട്ടിട്ട് അവനെ എന്ത് ചെയ്യണം, ദ്രോഹിക്കണം, ചേർപ്പെടുത്തണം. മനസ്സിലായ? അപ്പൊ അവരെ അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു കോമഡി ആയിട്ട് പറഞ്ഞാണ്. പക്ഷെ എങ്കിലും അത്തരത്തിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങളെ കാണേണ്ടത്. അല്ല, ഈ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. വി ഡി സതീശൻ അടങ്ങിയിരിക്കാതെ എന്ത് ചെയ്യാനാണെന്നേ. ഞാനിപ്പോ താങ്കളോട് പറയുന്നു, നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന പ്രകടനങ്ങളെല്ലാം വി ഡി സതീശൻ നാളെ ഒരു മന്ത്രി പോലും ആയില്ലെങ്കിൽ ആ ദിവസം നിൽക്കും. നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് പോലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മളെപ്പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഉമ്മൻചാണ്ടി ഒരു പുണ്യാളനായി വാഴ്ത്തപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു. എല്ലാ ദിവസവും അവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ശവകുടീരത്തിലൊക്കെ വന്നിരുന്നു. എന്നുവരെ 2024 മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ. അതിനുശേഷം ഒന്നും ഉണ്ടായില്ല. എന്നോട് അനിൽകുമാർ എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഇപ്പൊ ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ള CPM-ന്റെ ഒരു നേതാവ് എന്നോട് പ്ലെയിനിൽ ചോദിച്ചാണ്, നിങ്ങൾ രേഷ് ഇതൊക്കെ പറയണ്ടല്ലോ, അപ്പൊ എവിടെ രേഷ്, ഇപ്പൊ അവിടെ ആരും ഇല്ലല്ലോ, ഒരു മനുഷ്യയില്ലല്ലോ എന്ന് എന്ത് ചെയ്തു? അല്ല, അതൊക്കെ വ്യക്തമായ പ്ലാനിങ് ഉണ്ടല്ലോ. വ്യക്തമായ പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിന്റെ ഭാഗമായ അധികാരം കിട്ടുന്നിടത്ത് എന്ത് ചെയ്യും, ആളുകൾ നിൽക്കും.